ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം SSC ആൻഡ് RRB. അപ്പോൾ ഈ വർഷത്തെ CGL എക്സാം എന്ന് നടക്കും? അൺഒഫീഷ്യൽ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ഉണ്ട്. പക്ഷെ ആ നോട്ടീസിൽ പറയുന്ന എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റിനോട് സിമിലർ ആയിട്ടുള്ള എക്സാം ഡേറ്റുകൾ തന്നെയാണ് ഇപ്പൊ SSCയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റയിലും പറയുന്നത്. സോ നമുക്ക് അത് പ്രകാരം എന്നാണ് CGL എക്സാം, എന്നാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സോ ഇതായിരുന്നു ആ നോട്ടീസിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം 3rd സെപ്റ്റംബറിൽ നടക്കുമെന്നായിരുന്നു ആ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആ ഒരു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ SSCയുടെ ഭാഗത്ത് നിന്നുള്ള ഒറിജിനൽ എക്സാം ഡേറ്റ് വന്നു. 8th സെപ്റ്റംബർ ആണ് ഇതിൽ പറയുന്ന SSC CHT അഥവാ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റയിൽ സ്റ്റെനോഗ്രാഫറുടെ എക്സാം ഡേറ്റ് 7 മുതൽ 10 സെപ്റ്റംബറിനുള്ളിൽ നടക്കും, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നലെ ഒഫീഷ്യൽ ആയിട്ടുള്ള കറക്റ്റ് എക്സാം ഡേറ്റ് വന്നു 9th to 12th ആണ് പറയുന്നത്. അതായത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റയോട് സിമിലർ ആയിട്ടുള്ള എക്സാം ഡേറ്റുകൾ തന്നെയാണ് ഒഫീഷ്യലും വരുന്നത്. സോ മനസ്സിലാക്കുക, സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം അതിൽ പറയുന്നത് 16 മുതൽ 21 സെപ്റ്റംബറിലാണ് പറയുന്നത്. ഏകദേശം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സാം ഡേറ്റ് തന്നെ വരും എന്ന് തന്നെയാണ് നമ്മളും എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ CGL എക്സാമിന്റെ പുതിയ പാറ്റേൺ, സെക്ഷണൽ ടൈമർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ പാറ്റേണിലുള്ള SSC CGL എക്സാം ഈ വർഷം നടക്കുമെന്ന് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡാറ്റയിൽ പറയുന്നത് 28th സെപ്റ്റംബർ മുതൽ 24th ഒക്ടോബർ വരെയാണ്. അതായത് അടുത്ത മാസം സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് എക്സാം ഡേറ്റുകൾ പറയുന്നത്. അതിന്റെ ഇടയിലായിരിക്കും എക്സാം ഡേറ്റ് എന്ന്. ഏകദേശം അതിനോട് സിമിലർ ആകുന്ന ഒരു എക്സാം ഡേറ്റ് തന്നെ വരാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആയിട്ട് കാണുന്നുണ്ട്. കാരണം എക്സ്പെക്ട് ചെയ്ത ഡേറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഡേറ്റുകൾ തന്നെയാണ് എന്ത് വരുന്നത്, SSCയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇത് CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്ന ഒരുപാട് എക്സാം സെന്ററുകൾ ഇന്ത്യയിലുണ്ട്. ആ സെന്ററുകളെല്ലാം ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഡേറ്റിലായതുകൊണ്ടാണ് എക്സാം ഡേറ്റുകൾ ഇതാവുമെന്ന് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു ഇന്റേണലി ഒരു നോട്ടീസ് സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം പറയുന്നത് CGL എക്സാം സെപ്റ്റംബർ ലാസ്റ്റ് ആണെങ്കിൽ ഏകദേശം 45 ദിവസമാണ് നമുക്ക് മുമ്പിലുള്ളത്. ഓക്കെ, ആകെ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി ആദ്യം മുതൽ സിലബസ് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമില്ല. ഇനി എന്ത് ചെയ്യണം, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. ഏകദേശം 30+ മോക്ക് ടെസ്റ്റ് എങ്കിലും ഇനി നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ഒരു ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് നമുക്ക് കിട്ടും. സെക്ഷണൽ ടൈമർ ഉണ്ട്, ഓരോ സെഷനും 15 മിനിറ്റ് ആണ് സമയമുള്ളത്. സ്പീഡ് അത്യാവശ്യമാണ്, ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കണം. സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിനെ ഇടം വല നോക്കാതെ തന്നെ നമ്മൾ സ്കിപ്പ് ചെയ്യണം. സോ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ സെറ്റ് ആവാനായിട്ട് മിനിമം 30 മോക്ക് ടെസ്റ്റ് എങ്കിലും ഇനി നിങ്ങൾ എടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ വീക്ക് ആയിട്ടുള്ള ഏരിയ മനസ്സിലാക്കും, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യുക. ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സോ മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. സോ ഇനി ഒരു CGL എക്സാം ഇപ്പൊ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 2027 SSCയുടെ എക്സാമുകളാണെങ്കിൽ ഇതൊരു ട്രയൽ പോലെ നിങ്ങൾ എഴുതുന്നത് എപ്പോഴും നല്ലതാണ്. അപ്ലൈ ചെയ്തിട്ടുള്ളവർ എന്തായാലും ഇത് എഴുതണം. ഇനി 2027 CGL പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക, SSCയുടെ എല്ലാ എക്സാമുകൾക്കുള്ള SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് സൈലത്തിൽ ഓൾറെഡി ഉണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് വായിച്ചു നോക്കാം, ജോയിൻ ചെയ്യാം. ഇനി റെയിൽവേ എക്സാമിനാണെന്നുണ്ടെങ്കിൽ NTPCയുടെ ബാച്ച് ഉണ്ട്. ഓക്കെ, അതിൽ ജോയിൻ ചെയ്യാം. റെയിൽവേ എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങാം. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് സൈലത്തിൽ വന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്തും പാലക്കാടും അതുപോലെ തന്നെ കണ്ണൂരും എറണാകുളത്തും എല്ലാം ഉള്ള, കോഴിക്കോടും എല്ലാം ഉള്ള നമ്മുടെ ബാച്ചുകളുണ്ട്. അതിന് കോൺടാക്ട് നമ്പർ ഉണ്ട്, വിളിക്കുക, അഡ്മിഷൻ എടുക്കുക, പഠിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 18 മുതൽ 22 വരെ പാലക്കാടുള്ള സൈലത്തിന്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചിട്ട് ഫ്രീ വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകൾ ഉണ്ട്. നമ്മൾ വരുന്നുണ്ടായിരിക്കും. ഞങ്ങളുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ക്ലാസ്സുകൾ ഇരുന്ന് അറ്റൻഡ് ചെയ്ത് ഫ്രീ സെഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഓപ്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് തന്നെയാണ്. സോ ഈ ഒരു എക്സാം ഡേറ്റുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ സെപ്റ്റംബർ 28 എന്ന് പറയുന്നത് എക്സാക്ട് ഡേറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലായിരിക്കാൻ വരേണ്ടത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും മനസ്സിലാക്കാം, ഏകദേശം 1.5 മാസം മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള സമയം. മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, വീക്കായിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് മാക്സിമം നമ്മൾ ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങൾ തന്നെ റിവിഷൻ കൂടുതലായിട്ട് ചെയ്യുക. പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവിഷൻ ചെയ്തിട്ട് അതെല്ലാം സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ഈ ഒരു കുറഞ്ഞ സമയത്തെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. സോ ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ആൻഡ് താങ്ക് യു ആൾ.